ഇറ്റേഴ്സ് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ദാദ്രി കൊലയിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം പോരാടണോ, ദാരിദ്ര്യത്തോട് ഒരുമിച്ച് പോരാടണോ എന്ന് തീരുമാനിക്കണം. മതം അധികാരം കിട്ടാനുള്ള മാർഗമാവരുതെന്ന് രാഷ്ട്രപതി. ബീഫ് പാർട്ടി സംഘടിപ്പിച്ചതിന് ജമ്മുകശ്മീർ നിയമസഭയിൽ സ്വതന്ത്ര MLAക്ക് BJP പ്രതിനിധികളുടെ മർദ്ദനം. ബീഹാറിൽ ബീഫ് വിവാദത്തിൽ NDAയിൽ ഭിന്നത. തോട്ടം തൊഴിലാളികളുടെ കൂലി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി യൂണിയനുകളുടെ യോഗം വിളിച്ചു. സമരം ശക്തമാക്കി പൊമ്പിളെ ഒരുമൈ. സൗത്ത് മൂന്നാറിൽ തൊഴിലാളി സ്ത്രീയുടെ ആത്മഹത്യാ ഭീഷണി. ശനിയാഴ്ച മുതൽ വയനാട് NH ഉപരോധിക്കുമെന്ന് CITU. മലപ്പുറത്ത് കോൺഗ്രസ് ലീഗ് തർക്കം തീർന്നില്ല. 3 ഇടത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് KPA മജീദ്. കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയാകണമെന്ന നിർദ്ദേശം സുരേഷ് ബാബു തള്ളി. കൊച്ചിയിൽ മത്സരിക്കേണ്ടെന്ന് ലാലി വിൻസെന്റ് നിർദ്ദേശം. കണ്ണൂരിൽ OK വാസുവും എ അശോകനും CPM സ്ഥാനാർത്ഥികളായേക്കും. ടിഒ സൂരജിന് 12 കോടിയോളം രൂപയുടെ അനധികൃത സ്വത്തുണ്ടെന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട്. നിയമോപദേശത്തിന് റിപ്പോർട്ട് കൈമാറി. ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ബെലാറസ് എഴുത്തുകാരി സ്വെറ്റ്ലാന അലക്സിയേവിച്ചിന് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം. സ്വെറ്റ്ലാനയുടെ കൃതികൾ ധൈര്യത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമെന്ന് കമ്മിറ്റി. വിശദമായി. ദാദ്രി കൊലയിൽ 2 ആഴ്ചയ്ക്ക് ശേഷം മൗനം വെടിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പരം പോരാടണോ അതോ ദാരിദ്ര്യത്തോട് ഒരുമിച്ച് പോരാടണോ എന്ന് തീരുമാനിക്കണം. രാഷ്ട്രപതിയുടെ സഹിഷ്ണുതാ സന്ദേശം ഉൾക്കൊള്ളണം. വർഗീയ സ്പർദ്ധ വളർത്താനുള്ള നീക്കം ചെറുക്കണമെന്നും നരേന്ദ്രമോദി ബീഹാറിൽ പറഞ്ഞു. क्या हिंदुओं ने मुसलमान के खिलाफ लड़ना है कि गरीबी के खिलाफ लड़ना है? मुसलमान तय कर ले कि हिंदू के खिलाफ लड़ना है कि गरीबी के खिलाफ लड़ना है. हमारे देश का भला तब होगा हिंदू और मुसलमान एक होकर के हम गरीबी के खिलाफ लड़ाई लड़े, हम गरीबी को परास्त करें. उसके भी बात मत सुनिए. अगर सुनना है तो कल हमारे देश के राष्ट्रपति श्रद्धेय प्रणब मुखर्जी दादा ने जो भाषण किया है और देश को जो संदेश दिया, कोई मार्गदर्शन नहीं हो सकता है. ശോഭാ സുരേന്ദ്രൻ BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, ഒപ്പം തന്നെ MI ഷാനവാസ് MP, സുനിൽ P ഇളയിടം, KN ബാലഗോപാൽ എന്നിവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ MI ഷാനവാസ്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് നരേന്ദ്രമോദിയെ അവസാനം പ്രതികരിച്ചിരിക്കുന്നു, അപലപിച്ചിരിക്കുന്നു. നികേഷൻ, നരേന്ദ്രമോദി പറയേണ്ട സമയത്ത് ഇതൊക്കെ പറയണമായിരുന്നു, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണമായിരുന്നു. ഈ രാജ്യത്ത് മുഴുവൻ ഇതൊരു വലിയ പ്രശ്നമായി ആളിക്കത്തത്തക്ക രീതിയിൽ ഇത് വളർന്നു കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. രാഷ്ട്രപതി പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് ഈ ഭാരതത്തെക്കുറിച്ച് വിദേശ പത്രങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ താമസിച്ചാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി, ഒരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അത് ആദ്യം തന്നെ അതിൻ്റെ അകത്ത് ഇടപെടണമായിരുന്നു. അവിടെ മരിച്ച കുടുംബത്തിന് കേന്ദ്രം വേണ്ട എല്ലാവിധ സഹതാപങ്ങളും എല്ലാവിധ സഹായങ്ങളും കൊടുത്ത് അതിന് MPമാരെയും സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെയും ഇറക്കി വിട്ടതിൽ നിന്നും നമുക്ക് ഇവരുടെ ഒരു അജണ്ട മനസ്സിലായി. ഇപ്പം ഗോവധ നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല മിക്ക സുരേന്ദ്രൻ, അതിനെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഊഴം വിട്ട് സംസാരിക്കുന്നയാളല്ല. NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അദ്ദേഹത്തിന് ഈ ഓർഡിനൻസ് രാജിനൊക്കെ കുറിച്ചൊക്കെ തന്നെയും വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും കൊണ്ടുകൊടുത്ത ഓർഡിനൻസുകളെല്ലാം ഒപ്പിട്ട് തിരികെ അയക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റുമായി സൗഹാർദ്ദത്തിൽ പോവുക എന്ന ഒരു കോപ്പി ബുക്ക് രാഷ്ട്രപതി തന്നെയായിരുന്നു പ്രണബ് കുമാർ മുഖർജി. പക്ഷേ ദാദ്രിയിൽ പ്രധാനമന്ത്രി മറുപടി പറയാതിരുന്നപ്പോൾ, പ്രധാനമന്ത്രി അതിനെ അപലപിച്ച് സംസാരിക്കാതിരുന്നപ്പോൾ ഒരിക്കൽ ഊഴം വിട്ട് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു.
രാഷ്ട്രപതി സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളണം എന്ന് പറയാൻ മാത്രമുള്ള വിശാല മനസ്കത മാത്രമേ നരേന്ദ്രമോദിക്കുണ്ടായുള്ളൂ. അല്ല, മതത്തെ രാഷ്ട്രീയപരമായിട്ട് ദുരുപയോഗം ചെയ്യരുത് എന്ന് രാഷ്ട്രപതിയുടെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം ബഹുമാനായിട്ടുള്ള ഷാനവാസ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയ്യേണ്ടത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം നിലകൊള്ളുന്നതും ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഈ ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതം. കേരള കോൺഗ്രസ് ഉൾപ്പെടെ അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതത് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഏത് സമയത്ത് പ്രതികരിക്കണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, അത് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്, ഇപ്പോൾ കേരളത്തിൽ മാറാട് സംഭവം ഉണ്ടായി. മാറാട് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തി. ഇതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറാട് കൂട്ടക്കൊലയെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞോ? ഞങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടുള്ള ആളുകൾ. അപ്പോൾ വിഷയം അതല്ല. ഉത്തർപ്രദേശിൽ ദാദ്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം ഏതെങ്കിലും ഒരു BJPയോ അതല്ലെങ്കിൽ RSSന്റെ സംഘടനയോ നേതൃത്വം കൊടുത്തിട്ടാണോ ആ കൊലപാതകം നടന്നിട്ടുള്ളത്? അല്ലല്ലോ. ഒരു ഗ്രാമത്തിനകത്ത് പശുവിനെ അമ്പലത്തിനകത്തേക്ക് നടയിരുത്തുകയും ആ പശുവിനെ മകൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ് എന്നാണ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സാധ്വി പ്രാച്ചിയെ പോലുള്ളവർ ഗോമാംസം കഴിച്ചാൽ ഇത് തന്നെ ആയിരിക്കും ആർക്കും വിധി എന്ന് പറയുന്നതിലൂടെ BJP താമര ചിഹ്നത്തിൽ ജയിപ്പിച്ചയാളാണല്ലോ സാധ്വി പ്രാച്ചി. ഇത് സംഘപരിവാറിൻ്റെ ആസൂത്രണത്തിൽ നടന്നതാണോ എന്നോ അല്ലെങ്കിൽ സംഘപരിവാറാണ് ഇതിന് രക്ഷകർതൃത്വം വഹിക്കുന്നത് എന്നൊക്കെയാണ് പൊതുസമൂഹം സാധാരണഗതിയിൽ മനസ്സിലാക്കുക. അവിടെ പ്രധാനമന്ത്രിയുടെ മൗനം അസഹിഷ്ണുതയായി തോന്നിയത് ഈ രാജ്യത്തെ സാംസ്കാരിക പ്രവർത്തകർക്കാണ്, സാഹിത്യകാരന്മാർക്കാണ്. അവർ തങ്ങൾക്ക് ലഭിച്ച മെഡലുകളെല്ലാം തന്നെ രാജ്യത്തിന് തിരിച്ചു കൊടുത്തു പറയുകയാണ്, ഈ പ്രധാനമന്ത്രി എന്തേ ഇങ്ങനെയെന്ന്. ആ സമയത്താണ് രാഷ്ട്രപതിയുടെ പ്രതികരണം വന്നത്. അപ്പോഴാണ് അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മറുപടി പറയേണ്ടി വന്നത്. അല്ല, ഇതിനകത്ത് ഉത്തർപ്രദേശിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി എന്താ? അവിടുത്തെ മുഖ്യമന്ത്രി ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ആഭ്യന്തര വകുപ്പിന് ചില പരിപാടികളുണ്ട്. അവിടെ കേവലം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ ഉപ്പയും സഹോദരനും ചേർന്ന് അടിച്ചു കൊന്ന നാടാണ് ഉത്തർപ്രദേശ്. എന്തിനു വേണ്ടിയാ? തലയിൽ തട്ടമിടാതെ ഭക്ഷണം വിളമ്പി എന്നാണ് കാരണം. ഒരു ചാനലും അത് ചർച്ച ചെയ്യുന്നത് നമ്മളാരും കേട്ടില്ല. അപ്പോൾ വിഷയം അതല്ല. ഇവിടെ ദാദ്രിയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ പുസ്തകം അത് ഭരണഘടനയാണ് എന്ന് പറയുകയും ഞാൻ ഈ രാജ്യത്തിന്റെ സേവകനാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിട്ടുള്ള പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എന്തേ വൈകി പ്രതികരിച്ചത് എന്ന ചോദ്യം ഞാൻ കരുതുന്നില്ല. ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരാം. പക്ഷേ അതെവിടെയും എത്തുന്നില്ല. നമുക്കറിയാം 72 സീറ്റുകൾ മുസാഫർ നഗർ കൂട്ടക്കൊലയ്ക്ക് ശേഷം 72 സീറ്റുകൾ ആ സംസ്ഥാനം നൽകിയത് BJPക്കാണ്. ബീഹാറിൽ ഇപ്പോൾ 38% മഹാഗഠബന്ധനും 42% BJPക്കുമാണ്. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത്. പെറ്റി പൊളിറ്റിക്സിന് വേണ്ടിയാണ് ഈ നിരുത്തരവാദ പ്രസ്താവനകൾ നടത്തുന്നത് എങ്കിൽ അവരെ ഗൗനിക്കാതിരിക്കണം എന്ന്. അവരെ ഗൗനിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സ് കൊണ്ട് രാഷ്ട്രീയ ലാഭം ഈ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് തന്നെ ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദുർവിധിയാണ് നമ്മുടെ നാടിന്. ഞാൻ നികേഷ് പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങളുടെ ലഹരിയിൽ അഹങ്കാരത്തോടുകൂടി അവർ ഈ രാജ്യം ഭരിക്കുകയാണ്. ഇതൊന്നും ശാശ്വതമല്ല. കമ്മ്യൂണലിസം അല്ലെങ്കിൽ വികാരം കത്തിക്കുന്ന സാഹചര്യങ്ങൾ എന്നും കമ്മ്യൂണലിസ്റ്റുകൾക്ക്, ഫാസിസ്റ്റുകൾക്ക് ആദ്യ കാലഘട്ടത്തിൽ പ്രചോദനമുണ്ടാവും. ഹിറ്റ്ലർക്ക് വലിയ മാസപ്പീലുണ്ടായി, സ്റ്റാലിന് വലിയ മാസപ്പീലുണ്ടായി, മുസോളിനിക്ക് വലിയ മാസപ്പീലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ ചരിത്രം തിരസ്കരിക്കുകയുണ്ടായി. ഇവിടെ ഈ ദാദ്രി സംഭവത്തെക്കുറിച്ച് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയി. അവിടെ ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞോ?
ഈ കൊലപാതകത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞോ, അതിനെ അപലപിച്ചോ? അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പ്. ഒരേ സമയത്ത് ഇത് കഴിഞ്ഞപ്പോൾ പല എം പിമാരെയും രംഗത്തിറക്കി. പശുവിനെ കൊന്നാൽ കൊല്ലുന്നവരെ ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ ഞാനും മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേതാക്കന്മാർ രംഗത്തേക്ക് വന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. ഇവിടെ ഗോവധ നിരോധനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ ആയുധമെടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു അന്തരീക്ഷം, ഒരു ഭീതി. ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ ഒരു ഭീതിയുടെ ഫിയർ സൈക്കോസിസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 1.25 വർഷമായി എന്തെല്ലാം ന്യായീകരണങ്ങൾ നിങ്ങൾ പറഞ്ഞാലും അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തലവൻ എന്ന രീതിയിൽ, രാഷ്ട്രനായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചുമതല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ തന്നെ രംഗം വിഷ്യേറ്റ് ചെയ്യുന്ന കമൻറ്റുകളും പ്രസംഗങ്ങളും ഓരോന്ന് നടത്തി വേറൊരു അന്തരീക്ഷമുള്ളൂ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഒരാൾ മരിച്ചു, 10 പേര് മരിച്ചില്ലേ, 50 പേര് മരിച്ചില്ല എന്നുള്ളതല്ല. ഇതൊരു സിംബോളിക്കാണ്. സിംബോളിക്കായി ഇത് പശുവാണോ കാളയാണോ ആടാണോ എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഏതോ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഈ രാജ്യരക്ഷാ സേനയിൽ പ്രവർത്തിക്കുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഒരാളെ തല്ലിക്കൊന്നിട്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ എന്താണ്? വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ സ്ഥാനം എന്താണ്? അവിടെയല്ലേ പ്രതികരിക്കേണ്ടിയിരുന്നത്? ഇപ്പോഴാണോ പ്രതികരിക്കേണ്ടത്? രാഷ്ട്രപതി വരെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണോ? പുരസ്കാര തിരസ്കരണങ്ങൾ കഴിഞ്ഞിട്ടാണോ പറയേണ്ടത്? ഇവിടെ വേണ്ട സംരക്ഷണം. വിദേശത്ത് പോയി എത്ര ഘോരം പ്രസംഗിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ സമാധാനവും സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് മിസ്റ്റർ മോഡിയുടെ പ്രാഥമികമായ കർത്തവ്യം. അത് അദ്ദേഹം ചെയ്യുന്നില്ല. തുടരുക. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്ക് ഈ ചോദ്യം അത്ര പ്രസക്തമാണോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണെന്ന് തോന്നുന്നു. സാധ്യു പ്രാച്ചി പറയുകയാണ്, ഗോമാംസം കഴിക്കുന്നവർക്ക് ഇതായിരിക്കും വിധിയെന്ന്. അവിടെ ഈ ഹിന്ദു സംഘടനകളെല്ലാം തന്നെ അതിശക്തമാണല്ലോ. ഒരുപക്ഷെ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ഭരിക്കുന്നത് BJP-യുമാണല്ലോ. സാധ്യു പ്രാച്ചിയെപ്പോലെ താമര ചിഹ്നം നൽകി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പാർലമെൻറ്റ് അംഗം പറയുകയാണ് ഗോമാംസം കഴിക്കുന്നവർക്ക് ഇത് തന്നെയായിരിക്കും വിധി എന്ന് പറയുമ്പോൾ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ പറയുന്ന ആൾ പിന്നെ ആ പാർട്ടിയിൽ കാണാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെയല്ലേ നമ്മൾ ഫെലോ സിറ്റിസണ്, നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റു സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നവർക്ക് സംരക്ഷണം സുരക്ഷിതത്വവും ഒക്കെ പ്രദാനം ചെയ്യുക? അതിൽ BJP പിന്നോക്കം പോയില്ലേ? നേരിട്ടുള്ള ഉത്തരം പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കുറേ കാലമായിട്ട് നിരവധിയായിട്ടുള്ള കലാപങ്ങൾക്ക് വേദിയൊരുക്കുകയും അവിടെ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ചോരപ്പുഴ ഒഴുകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി അവിടെ ഭരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി പദവി ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടും. ഞങ്ങളൊരു 10ഓളം വരുന്ന സംസ്ഥാനങ്ങൾക്കകത്ത് ഭരിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ നികേഷ്, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സ്വാതി പറഞ്ഞു, ശരിയാണ്, അവർ പറഞ്ഞ അഭിപ്രായത്തോട് ഭാരതീയ ജനതാ പാർട്ടി യോജിക്കുന്നില്ല. മാത്രവുമല്ല, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അവർ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, ഏതെങ്കിലും ഒരു സംഘടിത ശരിയല്ല എന്ന്. പക്ഷേ എങ്കിൽ പോലും സാധ്യു പ്രാചി BJP-യുടെ പാർലമെന്റ് അംഗമാണ്. സംഘപരിവാർ സംഘടനയിൽ വിശ്വ ഹിന്ദു പരിഷത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വമാണ്. അങ്ങനെ ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇത് തന്നെയായിരിക്കും മറ്റുള്ളവർക്കും ഗതി എന്ന് പറയുമ്പോൾ, BJP എന്നത് ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതിനെ എതിർക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സംഘടനാ തത്വം. അതായത്
തീർച്ചയായിട്ടും അവർ പറഞ്ഞ പോയിന്റിൽ ഗോമാതാവിനെ ദൈവമായിട്ട് കാണുകയും 33 കോടി ദൈവങ്ങളുടെ സംഗമസ്ഥാനമായിട്ട് ഗോവിനെ പൂജിക്കുകയും ചെയ്യുന്ന ഒരു സന്യാസിനി എന്നുള്ള രീതിയിൽ അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞല്ലോ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, കൃത്യമായിട്ട് നടപടി ഉണ്ടാകണം, ആ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും, ഒരിക്കലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇന്ന് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഓരോ റോൾ കൊടുത്ത് ഓരോ കാര്യങ്ങൾ പറയിപ്പിച്ചാൽ ആണ് ഈ പ്രശ്നം വരിക. അതാണ് ഇവിടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ദയവായി തുടരുക ശ്രീ കെ എൻ ബാലഗോപാൽ. രണ്ട് പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയുടെ സമീപകാലത്തുള്ളത്. ഒന്ന്, വലിയ തോതിൽ പള്ളികൾക്കെതിരെ ആക്രമണം നടന്നപ്പോൾ ഈ തരത്തിൽ പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പ്രധാനമന്ത്രി അതിശക്തമായ രീതിയിൽ ആക്രമണകാരികൾക്ക് മറുപടി കൊടുക്കുകയും അതിനുശേഷം പള്ളി ആക്രമണങ്ങൾ നാം കണ്ടിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു, അല്പം വൈകിയാണെങ്കിൽ പോലും. അത് ഒരുപക്ഷെ മറ്റൊരു BJP നേതാവിന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. തുച്ഛ ലാഭത്തിന് വേണ്ടി നിരുത്തരവാദ പ്രസ്താവനകൾ നടത്തുന്നവരെ അവഗണിക്കുക, അവരെയല്ല നാം കാണേണ്ടത്. മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയാണോ പോവർട്ടിക്കെതിരെയാണോ ദാരിദ്ര്യത്തിനെതിരെയാണോ യുദ്ധം ചെയ്യേണ്ടത്? ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരെയാണോ പോവർട്ടിക്കെതിരെയാണോ യുദ്ധം ചെയ്യേണ്ടത്? രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ദാരിദ്ര്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്ന നല്ലൊരു സന്ദേശമാണ് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുള്ളത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, ശ്രീ നരേന്ദ്രമോദിയുടെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പണ്ട് വന്നിരുന്നു ഗുജറാത്ത് കലാപത്തിന് ശേഷം. ഗുജറാത്ത് കലാപം ആദ്യ ദിവസങ്ങളിൽ അവിടുത്തെ 10,000-ലധികം ആളുകളെ കൊലപ്പെടുത്തുന്ന ഹിന്ദു വർഗീയവാദത്തിൻ്റെ തേരോട്ടത്തിൻ്റെ സമയത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആദ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്, 3-4 ദിവസം പോലീസ് അങ്ങോട്ട് പോകണ്ട. ഒരാഴ്ച കഴിഞ്ഞ് കൊല ചെയ്യപ്പെടേണ്ടവരൊക്കെ കൊല ചെയ്യപ്പെട്ട് വലിയ വർഗീയ ലഹളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇടപെട്ടിട്ട് ഈ കലാപത്തിനെതിരായി അതിശക്തമായ ഒരു വെല്ലുവിളി നടത്തി. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി തന്നെ നടപടിയെടുക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം നടക്കേണ്ടത് നടന്ന്, പണ്ട് രാജീവ് ഗാന്ധി സിഖ് കലാപത്തിന് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം സിഖുകാർ മരിച്ചപ്പോൾ വലിയ മരം വീഴുമ്പോൾ താഴെ കുറേ ചെടികളും നശിക്കുമെന്ന് പറഞ്ഞതുപോലെ ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം അന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടു. പള്ളി ആക്രമിക്കുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ അന്ന് നടന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞ ഡൽഹിയിലെ വിവാദ പ്രസംഗം ഉണ്ടായി, പാർലമെന്റിൽ വലിയ ബഹളം ഉണ്ടായി, പുറത്ത് ബഹളം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോഴും അദ്ദേഹം ഒരാഴ്ചക്കാലം ഈ ബീഫ് തിന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെ അടിച്ചു കൊല്ലുകയും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ബീഫ് ഫെസ്റ്റിവൽ, അതൊരു പ്രതീകാത്മകമാണ്. മതനിരപേക്ഷ സമ്മേളനം എന്ന് പറഞ്ഞാൽ BJPക്കെതിരാണ് എന്ന് പറയുന്നത് പോലെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയാൽ ഞങ്ങൾക്കെതിരാണ്, RSSനെതിരാണ്, പ്രധാനമന്ത്രിക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് AVP-ക്കാർ കോളേജിനകത്ത് കയറി RSSകാർ കോളേജിനകത്ത് വിദ്യാർത്ഥികളെ അധ്യാപകരെയും ആക്രമിക്കുന്ന സ്ഥിതി കേരളത്തിൽ പോലും ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മഹത്തായ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതും എപ്പോഴാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് മോശമായെന്ന്. പ്രസിഡന്റിൻ്റെ പ്രസംഗം, നമ്മുടെ ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരണമെല്ലാം കൊടുത്തതിന് ശേഷം നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യിച്ചിട്ട് അവസാനം ഈ ഒത്തുതീർപ്പിന് ചെല്ലുന്ന ആളുകളെ കൊണ്ട് തമ്മിൽ അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ഒത്തുതീർപ്പിന് ചെല്ലുന്ന ഒരാളുടെ സമീപനം മാത്രമാണ്. അപകടകരമായ അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ നാളെ ഒരു ഹോട്ടലിൽ ബീഫുണ്ട് എന്ന് പറയാൻ, ഡൽഹിയിൽ ബീഫ് അങ്ങനെ കിട്ടില്ല, എല്ലാ സ്ഥലത്തും കിട്ടില്ല. ചില മുനീർക്കയിലൊക്കെ പോകണം ബീഫ് കഴിക്കണമെങ്കിൽ, നികേഷിനറിയാം, എല്ലാ സ്ഥലത്തും കിട്ടില്ല. കേരള ഹൗസിൽ ബീഫ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ബീഫ് കിട്ടുന്നില്ല കേരള ഹൗസിലെ ക്യാൻറ്റീനിൽ, അവിടുത്തെ സ്റ്റാഫ് ക്യാൻറ്റീനിൽ. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ബീഫുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കയറി ആക്രമിക്കുന്ന തരത്തിൽ ബീഫ് കഴിച്ചിട്ടാണ് ഈ ആക്രമിക്കാൻ പോകുന്നത്. കേരളത്തിൽ എല്ലാവരും 90% ബീഫ് കഴിക്കുന്നവർ, അല്ലെങ്കിൽ 80% ബീഫ് കഴിക്കുന്നവരാണ്. പക്ഷേ ആളുകളെ തമ്മിലടിപ്പിക്കാൻ എന്ത് സാധനത്തെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നന്നായി പഠിച്ച, പഴയ ഹിറ്റ്ലറിൻ്റെ അതേ മാതൃക പിന്തുടരുന്ന നരേന്ദ്രമോദിയുടെ ആത്മാർത്ഥതയിൽ എനിക്ക് അങ്ങേയറ്റം സംശയമുണ്ട്. സംശയമല്ല, എനിക്ക് നരേന്ദ്രമോദിയെയും BJPയെ സംബന്ധിച്ചും ഇദ്ദേഹം വന്നതിന് ശേഷം ഇന്ത്യയിൽ അവർ നടപ്പിലാക്കുന്ന ഈ ആളുകളെ ഭയപ്പെടുത്തുന്ന, തങ്ങളുടെ പരിധിക്ക് നിർത്തുന്ന ഫാസിസ്റ്റ് സമീപനത്തെ സംബന്ധിച്ച് കൃത്യമായ വിമർശനവും
പ്രതിഷേധവുമാണുള്ളത്. അത് കൂടുതൽ ആശങ്കാകുലമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ശ്രീമതി കൂടുതൽ ശോഭാ സുരേന്ദ്രൻ നേരത്തെ ശ്രീ എം ഐ ഷാനവാസ് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നരേന്ദ്രമോദി പ്രധാനപ്പെട്ട എല്ലാ വിദേശ രാജ്യങ്ങളിലും പോയി എന്തുകൊണ്ട് ഇന്ത്യ നിക്ഷേപ സാധ്യതയുള്ള രാഷ്ട്രമാണ് എന്ന് എണ്ണി എണ്ണി പറയുകയാണ്. വാക്ചാതുര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നരേന്ദ്രമോദിയുടെ ആ സംഭാഷണങ്ങളിൽ. അവിടെ നമ്മൾ 500 കോടി രൂപ ഓരോ വിദേശ യാത്രയിലും ചെലവഴിക്കുമ്പോൾ അത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അത് തെറ്റല്ല. കാരണം നമ്മുടെ നാട്ടിൽ വലിയ തോതിലുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടാൻ അത് സഹായിക്കുമെങ്കിൽ സ്വാഭാവികമായും അംഗീകരിക്കുകയും പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതാണ് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടാറുണ്ട്. നമുക്കൊക്കെ ആ അഭിപ്രായമാണുള്ളത്. 10-13 ഷർട്ടെങ്കിലും നരേന്ദ്രമോദി വിദേശയാത്രകളിൽ മാറ്റാറുണ്ട് എന്ന് ഇന്ന് രാഹുൽ ഗാന്ധി പോലും പറയുന്നു. രാഹുൽ ഗാന്ധി പോലും എന്ന് ഞാൻ പറയാൻ രാഹുൽ ഗാന്ധിയും ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കൂടെ വിദേശത്ത് പോകുന്നതുകൊണ്ടാണ്. എന്ത് കാര്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വിദേശത്ത് പോയി എന്ത് പറഞ്ഞിട്ടെന്താ? നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകുന്ന വാർത്തകൾ ഇത്തരത്തിലാണ് എങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന നരേന്ദ്രമോദി ഈ കാണിക്കുന്ന ശ്രമങ്ങളെല്ലാം വ്യർത്ഥമാവുകയല്ലേ ചെയ്യുന്നത്? അല്ല, അതിനു മുൻപേ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ച നടത്താൻ എനിക്ക് ഇത്തിരി സമയം തരണം. അവിടെ മിസ്റ്റർ ബാലഗോപാൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ എവിടെയെങ്കിലും ബീഫ് കിട്ടാഞ്ഞിട്ടാണോ? ഒരു കാര്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ ഒരു ചർച്ച കേൾവിക്കാർക്കൊരു സുഖകരമാകില്ല. നമ്മൾ ഒരു വിഷയത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഇനി അഥവാ കെ എൻ ബാലഗോപാൽ പറയുമ്പോൾ അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിച്ചാൽ ഞാൻ അപ്പോൾ ആ സമയം തരാം. ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ദയവായി പറയുക, അല്ലെങ്കിൽ ഒരു ക്രമം വിട്ടുപോകും ചർച്ച. ഇപ്പൊ പറഞ്ഞതിന് എന്ത് ചെയ്യും? അല്ല മിസ്റ്റർ നികേഷ്, നോക്കൂ, ഇപ്പൊ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? അതായത് ഇവിടെ SFIയുടെയും DYFIയുടെയും ഒക്കെ കുട്ടികളെ, SFIയുടെ കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ അറവുശാലയിലേക്ക് വിട്ട് മാംസം മേടിച്ചിട്ട് അത് ആ കേരളവർമ്മ കോളേജിലും ശ്രീകൃഷ്ണ കോളേജിലും ശങ്കരാചാര്യ സ്വാമികളുടെ പേരിലുള്ള കോളേജിലും ഒക്കെ കൊണ്ടുപോയി വേവിച്ചു കൊടുക്കുക. ഇതാണോ? ഇതിന് മുൻപ് ഇവർ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയല്ലോ ഏതെങ്കിലും RSSO BJPയോ തടയാൻ പോയോ? മനസ്സിലായി, വ്യക്തം. ആ വിഷയത്തിൽ താങ്കളുടെ നിലപാട് ഗുജറാത്ത് എത്രയോ കാലം നമ്മൾ ചർച്ച ചെയ്താണ്. അല്ല, ഇപ്പോഴും അത് തന്നെയാണല്ലോ ബാലേട്ടൻ ചർച്ച ചെയ്യുന്നത്, ഗുജറാത്ത്. എന്നാൽ ഗുജറാത്ത് ചർച്ച ചെയ്യാം. ഇപ്പൊ ചോദ്യം അതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പോകുന്ന ആവശ്യത്തിനല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത് എന്നുള്ളത് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം, ഇന്ത്യയിലെ പൊതുജനങ്ങൾക്കും അറിയാം. എന്തിനു മോഡി പോയി എന്ന ചോദ്യത്തിന് ഉത്തരം, ഇന്ത്യൻ GDP ഗ്രോത്ത് റേറ്റ് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് 13% മാത്രമാക്കി ഭരിച്ചു മുടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയാണിത്. അത് 18% ഒറ്റ കൊല്ലം കൊണ്ട് മോഡി ഗവൺമെന്റ് ഉയർത്തി. ലോകരാജ്യങ്ങളിലേക്ക് എന്തിനാ പോയത്? ഞാനും അതുപോലെ തന്നെ ഷാനവാസ് ചേട്ടനും അതുപോലെ തന്നെ മിസ്റ്റർ ബാലഗോപാലും ഡൽഹിയിലേക്ക് വരുന്നത് ഫ്ലൈറ്റ് കയറിയിട്ടാണെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ ബുള്ളറ്റ് ട്രെയിൻ വഴി ഒന്ന് ഡൽഹിയിൽ പോയാൽ എന്താ കുഴപ്പം? ആ ചർച്ച നടത്താൻ വേണ്ടി ജപ്പാനിൽ പോയി, ചൈനയിൽ പോയി, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സബ്ജക്ട് പറഞ്ഞു. പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലോകരാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് എന്ത് കൊണ്ടുവന്നു? ഇവിടെയൊക്കെ പോയി മിസ്റ്റർ നികേഷ് എന്താ എതിർക്കുന്നത്? കാരണം ഇതുപോലെ തന്നെ എന്തുകൊണ്ടുവന്നു? ലക്ഷക്കണക്കിന് കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നിക്ഷേപിക്കാമെന്നുള്ളതിന് രേഖയുമായിട്ടാണ് മിസ്റ്റർ മോഡി നികേഷ് ഒരു മിനിറ്റ്, ഒരു വാചകം പറഞ്ഞോട്ടെ. പ്രധാനമന്ത്രിയുടെ വാക്കുകളെ മിസ്റ്റർ നികേഷിന് വിശ്വാസം ഉണ്ടാകില്ല. അല്ല, എനിക്ക് വിശ്വാസമുണ്ടെന്നല്ല, ഇവിടെ ഇന്ന പ്രൊജക്ട് ഇന്ന യാത്ര കൊണ്ടുവന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ ഞാൻ ശോഭാ സുരേന്ദ്രനെ വിശ്വസിക്കാം. അല്ല, ജപ്പാൻ പറഞ്ഞല്ലോ. ജപ്പാൻ പറഞ്ഞു ഞങ്ങൾ എത്ര കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത്, ഞങ്ങൾ തയ്യാറാണ്. ബുള്ളറ്റ് ട്രെയിൻ, പക്ഷേ കേരളത്തിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ പോകുന്നു. ദുബായ് പറഞ്ഞു. ഏത് വന്നു? പറയുക മാത്രമല്ല മിസ്റ്റർ നികേഷ്, മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഈ രാജ്യത്തേക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രവർത്തന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് സത്യം പുറത്തു പറയാൻ തയ്യാറുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അത് മനസ്സിലാകും, മാധ്യമ പ്രവർത്തകർക്കും അത് മനസ്സിലാകും. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ സിലിക്കൻ വാലി സന്ദർശനത്തിനിടയിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ AICCയുടെ ബ്രീഫിംഗ് മുഴുവൻ ഇതായിരുന്നു. എത്ര രാജ്യങ്ങളിൽ പോയി, എന്തൊക്കെ വാഗ്ദാനം കിട്ടി, അതൊക്കെ എവിടെ പോയി എന്ന ചോദ്യമാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇതൊക്കെ രേഖയാണെന്നാണ്. രേഖ ഞാൻ നികേഷിനോട് ചോദിക്കട്ടെ, 127 കോടി ജനങ്ങളുടെ രാജ്യത്തിൻ്റെ തലവൻ ഗൂഗിളിൻ്റെ ആസ്ഥാനത്ത് എന്തിനാണ് പോകുന്നത്?
എന്തിനാ ഫേസ്ബുക്കിൽ പോകുന്നത്, എന്തിനാ അതുകൊണ്ട് എന്താണ് തെറ്റ്? അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ടേ? ഏതെങ്കിലും ഒരു സമൂഹത്തെ ആകെ തന്നെ ഇൻസ്പയർ ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസൻസ് കൊണ്ട് അത് കഴിയുമെങ്കിൽ തെറ്റല്ല. കാരണം 27 വർഷം മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പോയിട്ടുള്ള സ്ഥലമാണത്. അതായത് 1947 ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ ആകെ ചെലവ് 1800 കോടിയിൽ നിന്നും 17 ലക്ഷം കോടിയാക്കിയത് 55 കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് കൊണ്ടാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഈ രാജ്യത്തുണ്ടായ നേട്ടം പഴയ ഇന്ത്യ അല്ല, ഈ മാറ്റമുണ്ടാക്കി മാറിയ കോൺഗ്രസ് ഭരിച്ചതിന്റെ ഗുണമൊന്നും പറയണ്ട. ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. ശ്രീ സുനിൽ പി ഇളയിടം, ഇവിടെ രണ്ട് ഒരു മിനിറ്റ്, ഞാൻ ശ്രീ ഷാനവാസ് നമ്മൾ ആ പ്രധാനപ്പെട്ട കോർ ഇഷ്യൂവിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് സുനിൽ പി ഇളയിടത്തിന്റെ അടുത്ത് കൂടി പോയി ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഈ രാജ്യത്ത് കഴിഞ്ഞ 1.5 വർഷമായി സംഭവിക്കുന്നത് എന്താണ്? ഗുരുതരമാണ് അല്ല എന്ന് 2 വാദങ്ങളുണ്ട്. ഗുരുതരമാണ് എന്ന് വാദിക്കുന്ന ചില സാഹിത്യകാരന്മാർ, ചില സാംസ്കാരിക പ്രവർത്തകർ, അവരെന്താണോ സ്റ്റേറ്റ് അവർക്ക് തന്നിരിക്കുന്ന മെഡൽ അത് തിരിച്ചു കൊടുത്ത് പറയുകയാണ് ഞങ്ങൾ ഈ ഏർപ്പാടിനോട് യോജിക്കുന്നില്ല എന്ന്. അത് പറയാനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിലുമാകെ തന്നെയും ലവ് ജിഹാദ് ഒരു വലിയ വിവാദ വിഷയമായിരുന്നു. ലവ് ജിഹാദിലൂടെ മുസ്ലിം യുവാക്കൾ ഹിന്ദു യുവതികളെ വശീകരിച്ചെടുക്കുകയും ഈ ഹിന്ദു യുവതികളെ കൊണ്ട് മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ തോതിലുള്ളൊരു ക്യാമ്പയിൻ വിഷയമായിരുന്നു. അതായത് ഇപ്പോൾ പശുക്കളെ കൊല്ലുന്നവരാണിവർ, പശുക്കളെ കൊന്നു തിന്നുന്നു. അതുകൊണ്ടാണ് ദാദ്രയിൽ ഒരാളെ തല്ലിക്കൊന്നത്. അയൽപക്കത്തെ സമൂഹത്തിൽ അന്യജാതിക്കാരെ അകറ്റി നിർത്താൻ ഉള്ള വലിയ 2 പ്രചാരണങ്ങളാണ് ഇവ. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ലവ് ജിഹാദ് സംഭവിച്ചിട്ടുണ്ട് എന്നും പശുവിനെ കൊല്ലുന്നത് ഒഴിവാക്കുന്നത് ഞങ്ങളുടെ വികാരം മാനിക്കലാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ നിങ്ങളൊരു ആലുവയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചല്ലോ. ഒരുപക്ഷെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിനു പോലെ സമൂഹം അല്ലെങ്കിൽ മനസാക്ഷിയുള്ളവർ പ്രതിരോധിച്ച് നിൽക്കേണ്ട മറ്റൊരു അടിയന്തര ഘട്ടമായി ഇതിനെ കണ്ടുകൊണ്ടാണല്ലോ ആ കൺവെൻഷനൊക്കെ സംഘടിപ്പിച്ചത്. അത്രയ്ക്കൊക്കെ വലിയ ഭീതിജനകമായ ആശങ്കാജനകമായ സാഹചര്യമാണോ ഇന്ന് രാജ്യത്തുള്ളത്? നിശ്ചയമായും ഇന്ത്യയിലെ ഇന്നത്തെ സ്ഥിതിവിശേഷം കേരളത്തിലെ പോലും വളരെ ഗൗരവമുള്ള ഒരു അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രമല്ല, കേരളത്തിൻ്റെ ജനാധിപത്യ അന്തരീക്ഷത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ജനാധിപത്യ അന്തരീക്ഷത്തെക്കുറിച്ച് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ആർക്കും ഇന്നത്തെ സ്ഥിതിവിശേഷത്തെ അത്ര ലളിതമായി കാണാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ആ ഭയത്തിൻ്റെ അന്തരീക്ഷത്തെ മുതലാക്കിക്കൊണ്ട് തങ്ങളുടെ പരിമിതമായ സ്വാധീനത്തെ ഒരു സമൂഹത്തെ ആകെ കീഴടക്കാനുള്ള ശക്തിമാർഗമാക്കി മാറ്റുക എന്ന നിലയിൽ ഫാഷിസത്തിൻ്റെ പ്രവർത്തന ശൈലി വളരെ രൂഢമൂലമായിരിക്കുന്നു. നമ്മൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുക, എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുക, എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിക്കുക, ഏതേത് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുക, ഇതെല്ലാം ഫാഷിസ്റ്റ് താല്പര്യങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥിതിയിൽ ഒരു സർവകലാശാലയിൽ ഫാഷിസത്തെക്കുറിച്ചുള്ള അതിൻ്റെ പുതിയ അവതരണങ്ങളെക്കുറിച്ചുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് അവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന വളരെ അക്കാദമികമായ ഒരു ചർച്ച നിഷേധിക്കപ്പെടുന്ന അത് ഫാസിസത്തിൻ്റെ നവരൂപങ്ങളെയും അതിനെതിരായ പ്രതിരോധത്തെയും കുറിച്ചുള്ളൊരു ചർച്ചയാണ് അവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചതാണ്. ആ ചർച്ച അവിടെ വാസ്തവത്തിൽ കൽബുർഗിയുടെ കൊലപാതകത്തിന് ശേഷം അവിടെ പലതരത്തിലുള്ള ചർച്ചകൾ പല ദിവസങ്ങളിലായിട്ട് നടന്നു. അതിൻ്റെ തുടർച്ചയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു ചർച്ചയാണ്. പക്ഷേ സവിശേഷമായൊരു സാഹചര്യത്തിൽ സർവകലാശാല അധികാരികൾ അത് നിരോധിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ പറയുന്നത്, ഇപ്പോൾ കൽബുർഗി കൊല ചെയ്യപ്പെട്ടു, പൻസാരെ കൊല ചെയ്യപ്പെട്ടു, ധാബോൽക്കർ കൊല ചെയ്യപ്പെട്ടു, ഇവിടെ ദാദ്രി സംഭവം ഉണ്ടാകുന്നു, ചെറുതും വലുതുമായ സംഭവങ്ങൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം രൂപപ്പെടുന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? ഈ സംഭവങ്ങളൊക്കെ യാദൃച്ഛികമായി അവിടെവിടെയായി പൊട്ടിപ്പുറപ്പെടുന്നതാണ് എന്ന് കരുതാൻ അസാമാന്യമായ സാമൂഹ്യ ധാരണയില്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ ബീഫ് ഫെസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ബീഫ് ഫെസ്റ്റ് SFI സംഘടിപ്പിക്കുന്നു. അപ്പോൾ ABV പ്രവർത്തകർ പോയി സംഘർഷം ഉണ്ടാക്കുന്നു, കോളേജ് അധികൃതർ അവർക്കെതിരെ നടപടിയെടുക്കുന്നു. രണ്ട്,
ഈ വിഷയം കേൾക്കുക. ഫാസിസത്തിൻ്റെ നവരൂപങ്ങൾ, അതിൻ്റെ പ്രതിരോധം. ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്, യൂണിവേഴ്സിറ്റി കയറി അതങ്ങ് ബാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഉത്തരേന്ത്യൻ വയലൻസിൻ്റെ അനുരണനമാണ് എന്നൊക്കെയാണ് ശ്രീ സുനിൽ പി ഇളയിടത്ത് പോലുള്ളവർ വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ഇടപെടൽ അക്കാര്യത്തിലുണ്ടോ? ഈ മിലാഡി ഷെറീഫ് കോളേജിലെ കാര്യം ആരും പറഞ്ഞത് കേട്ടില്ലല്ലോ. ഇവിടെ നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു ക്ലാസ് എടുക്കാൻ പോയി കായംകുളത്ത് മിലാഡി ഷെറീഫ് കോളേജിൽ. ബീഫ് ഫെസ്റ്റിവലിനെ നീ അനുകൂലിച്ചില്ലെങ്കിൽ നിന്റെ കാറുമായിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കാറിൻ്റെ ചുറ്റും ക്രിമിനൽ സംഘങ്ങൾ SFI കാർ ഉൾപ്പെടെയുള്ളവർ കൂടി കാറ് തല്ലി തകർത്തു. ഒരു സാംസ്കാരിക നായകനെയും ഇവിടെ പ്രതികരിക്കാൻ കണ്ടില്ല, കേട്ടില്ല. അപ്പോൾ അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, മലപ്പുറം ജില്ലയിലെ 4 അസംബ്ലി മണ്ഡലങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, തെക്കൻ കേരളത്തിൽ 4 അസംബ്ലി മണ്ഡലങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണം അത്യാവശ്യമാണ്. കാരണം മനുഷ്യ വിഭവം ഇവിടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് എല്ലാ വീടുകളിലേക്കും കൃത്യമായി കിട്ടണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ 83 വയസ്സുള്ള അമ്മയ്ക്കെതിരായിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരു സാംസ്കാരിക നായകന്മാർ ഈ ചർച്ച ചെയ്യുന്ന ആളുകളെ ഒന്നും അവിടെ കണ്ടില്ല. അപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ദാദ്രയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, കാള പറ്റൂ എന്ന് കേട്ടാൽ കയറെടുക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം. അക്കാര്യത്തിൽ മറുപടി ശ്രീ എം എ ഷാനവാസ് താങ്കൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഒന്ന്, മിലാഡി ഷെറീഫ് കോളേജിൽ ഇന്ന് രാഹുൽ ഈശ്വറിനെ ആക്രമിച്ചു, അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ചില്ല് തല്ലി തകർത്തു, ബീഫ് കഴിക്കാതെ നിന്നെ വിടിലടാ എന്ന് പറഞ്ഞു ആക്രോശിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ഒന്നാമത്തെ ഉദാഹരണം. അതും ആക്രമം തന്നെയാണ്. 2, ശോഭാ സുരേന്ദ്രൻ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ശോഭാ സുരേന്ദ്രനെതിരെ ഓൺലൈനിൽ കടുത്ത ആക്രമണമാണ് നടക്കുന്നത്. അപ്പോൾ ജനാധിപത്യം ഇരുപക്ഷത്തിനും ആവശ്യമാണ്, അനിവാര്യമാണ്. ഇതിൻ്റെ അകത്ത് ബീഫ് കഴിക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കഴിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഹുൽ ഈശ്വർ ഇതിൻ്റെ വാഹനം ആക്രമിച്ചത് 100% തെറ്റാണ്. അതിനെ ഒന്നും ആരും ന്യായീകരിക്കുന്നില്ല. സംഘപരിവാറിൻ്റെ അതേ മാനദണ്ഡത്തിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പിന്നെ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ. ഇപ്പോൾ 85% ഭൂരിപക്ഷമാണ്, അല്ലെങ്കിൽ 82% ഇവിടെ ഭൂരിപക്ഷ സമുദായമാണ്. അവരുടെ വികാരം ആളിക്കത്തിച്ച് മൈനോറിറ്റി ഭയങ്കരമായിട്ട് വളരുന്നു എന്ന് കാണിച്ചുകൊണ്ട് മൈനോറിറ്റിക്കെതിരെ മെജോറിറ്റി സമുദായത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആന്റണി ഭരിക്കുന്ന സമയത്ത് ഭൂരിപക്ഷത്തിന്റെ അർഹമായ ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷങ്ങൾ കവർന്നെടുക്കുന്നുവെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ ഇപ്പൊ ആന്റണിക്ക് അൽഷിമേഴ്സ് ആണ്, ആന്റണി സാറിന് അൽഷിമേഴ്സ് ആണ്, അത് ആരുടെയും കുറ്റമല്ല. അന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞു അതിന്റെ പേരിലാണ് മുസ്ലിം ലീഗിന്റെ MLA-മാർ മിസ്റ്റർ ആന്റണിയുടെ കസേര വലിച്ചെറിഞ്ഞത്. പാണക്കാട് തങ്ങളുടെ കാൽക്കൽ പോയി വീണത് ഓർമ്മയില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ജനസംഖ്യയെ കുറിച്ച് എന്താണ് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ? മുസ്ലിം ആന്റണി സ്ഥാനത്യാഗം പറഞ്ഞത് വ്യത്യസ്തമാണ്, യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ലാത്ത കാര്യം. അപ്പം ഈ ജനസംഖ്യ എന്ന് പറയുന്നത് നികേഷെ വളരെ ഡേഞ്ചറസ് ആർഗ്യുമെന്റാണ്. അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല. അത് സംഘപരിവാർ അജണ്ടയാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിലുള്ള ചെറുപ്പക്കാർക്ക്, ചില ആളുകൾക്ക് അവർക്ക് 4 പെണ്ണ് കെട്ടാമെന്നും 5 കുട്ടികളെ വീതം പ്രസവിക്കാമെന്നും ഉള്ളത് ആണോ അങ്ങയുടെ അഭിപ്രായം? അർത്ഥമില്ല. പാർട്ടിയുടെ നേതാവല്ല അങ്ങ്. കേരളത്തിൽ 4 മണ്ഡലം എങ്ങനെ കൂടി? മുസ്ലിം ജനസാമാന്യത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾ അറബികൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അവരെ പേറ്റിയന്ത്രങ്ങളാക്കി മാറ്റിയിട്ടില്ലേ? എന്താ പ്രതികരിക്കാത്തത്? കേരളത്തിന്റെ മണ്ണിൽ 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവരെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി പണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടുപടിക്കൽ ശോഭാ സുരേന്ദ്രന്റെ ഈ അഭിപ്രായ പ്രകടനം വളരെ സങ്കുചിതമായ കമ്മ്യൂണലായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. അത് കാലാകാലങ്ങളായി ചരിത്രപരമായിട്ട് മലപ്പുറം ജില്ല ഉണ്ടായി. അവിടെ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ എണ്ണം കൂടിയത് മുഴുവൻ മുസ്ലിങ്ങൾ പെറ്റുപെരുകിയതാണ് എന്ന് കാണിക്കുന്നത് ലവ് ജിഹാദിന് പോലെയുള്ള
ഒരു 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 കുപ്രചരണമാണ്. ശ്രീ കെ എൻ ബാലഗോപാൽ, വീണ്ടും നരേന്ദ്രമോദിയുടെ ദാദ്രി സംഭവത്തിലുള്ള പ്രതികരണത്തിലേക്ക് തിരികെ വരികയാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, മോഹൻ ഭാഗവത് സംവരണത്തെക്കുറിച്ച് പറഞ്ഞു. നരേന്ദ്രമോദിക്ക് ഇതുവരെ അത് BJPയുടെ നിലപാടല്ല എന്നോ ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ലോ എന്നോ പൊതുവേദിയിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പ്രധാനമന്ത്രിയുടേതാണോ എന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമ്മളൊന്നും കേട്ടിട്ടില്ല. അതായത് മോഹൻ ഭാഗവത് പറഞ്ഞു, പ്രധാനമന്ത്രി അത് നിഷേധിക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്നു. രണ്ടാമത്തേതാണ് ഈ ദാദ്രി പോലുള്ള സംഭവങ്ങൾ. സംഘപരിവാർ ഗ്രൂപ്പുകൾ ഒരു നിലപാടെടുക്കുമ്പോൾ അത് ലംഘിച്ച് വർത്തമാനം പറയാൻ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ രാഷ്ട്രപതി ഒരു ശാസനാരൂപത്തിലൊരു പ്രസ്താവന നൽകുമ്പോൾ അതിനെ ചുവട് പിടിച്ച് ഏറ്റവും ഉയർന്ന പദവിയാണ് രാഷ്ട്രപതിയുടേത്, അദ്ദേഹം പറയുന്നതാണ് കേൾക്കേണ്ടത്, ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ പറയുന്നതല്ല എന്ന് പറയാനാണ് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കടക്കാൻ ഈ മഹാശക്തരായ രണ്ട് നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? ശ്രീ കെ എൻ ബാലഗോപാൽ. കെ എൻ ബാലഗോപാലിനെ കേൾക്കാമോ? പ്രശ്നമുണ്ടാവും. ശ്രീ എം എ ഷാനവാസ്, താങ്കൾ അതിന് മറുപടി നൽകുക. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ആ തരത്തിലൊരു അവ്യക്തതയുണ്ടോ? നമ്മളിന്ന് കാണുന്നതിൽ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളാണ് അമിത്ഷായും നരേന്ദ്രമോദിയും. അവർക്ക് പോലും RSSൻ്റെ തീട്ടൂരം അതല്ല ഞങ്ങളുടെ നിലപാട്, ഭരണത്തിന് അതല്ല വേണ്ടത് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത അവസ്ഥ. RSS ഇത് ഇന്ന് ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമല്ല. 1980-കൾക്ക് ശേഷം RSS അവതരിപ്പിച്ചിട്ടുള്ള അവരുടെ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യം ഭാവിയിൽ ചർച്ച ചെയ്യേണ്ടത് രാജ്യം സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എല്ലാവരും ഒരുപോലെ എത്തുക എന്നുള്ളത് അവരുടെ കരട് പ്രമേയത്തിൽ അവർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ആ വിഷയം തന്നെയാണ് അവർ സൂചന നൽകിയിട്ടുള്ളത്. അല്ലാതെ സംവരണം എടുത്തു കളയണമെന്ന് പറഞ്ഞില്ല. ഇന്ന് ചില രാഷ്ട്രീയക്കാരൊക്കെ എന്തിനേറെ പറയുന്നു, കേരളത്തിലേക്ക് എത്ര കോടികൾ SC വിഭാഗത്തിൻ്റെ ST വിഭാഗത്തിന് ഉന്നമനത്തിന് വേണ്ടി എത്ര കോടികൾ കൊടുത്തു ഗവൺമെന്റ്, എവിടെ പോയി ഇതെല്ലാം? അത് ചോദ്യം ചെയ്യാൻ RSSന് അവകാശമില്ലേ? അത് ചോദ്യം ചെയ്തു. ഒപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ നമ്മുടെ ST വിഭാഗത്തിന് ഒരു വകുപ്പ് മന്ത്രിയെ കൊടുത്തത് ആരാ? ഷാനവാസ് ചേട്ടന്റെ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന സമയത്തല്ലല്ലോ. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന RSSകാരൻ അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോഴാണ് ST-കാർക്ക് വേണ്ടി ഒരു വകുപ്പ്, ഒരു മന്ത്രി, അതിന് പണം. അതാണ് മിസ്റ്റർ ജുവൽ ഓറം. മോഡിയും അത് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹമാണ് വൻ ബന്ധു കല്യാൺ യോജന രാജ്യത്തെ മുഴുവൻ ഒരു പ്രൊജക്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞു. സംവരണത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ ദാദ്രിയുടെ കാര്യത്തിലായാലും പ്രധാനമന്ത്രിക്ക് കടന്നു പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ആ ഒരു സംവിധാനത്തിന്റെ പ്രത്യേകതയായി കാണണോ? സംവിധാനത്തിന്റെ പ്രത്യേകതയാണെന്ന് തോന്നേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ ആദ്യം ഒരു BJP പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ശ്രീ വാജ്പേയി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പറ്റിയുള്ള വിമർശനം BJP-കാർക്ക്, RSSകാർക്ക് സോഫ്റ്റ് മുഖമാണ് RSSന്റെ ഹിന്ദുത്വയുടെ എന്നാണ്. അദ്ദേഹം അധികപ്പറ്റി കാര്യങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. BJP തന്നെ ആയിരുന്നു. അദ്ദേഹം കാര്യങ്ങളേറെ ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് അക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകുന്ന മാനസികാവസ്ഥയുള്ള രാഷ്ട്രീയമുള്ള ആളാണ് ശ്രീ മോഡി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ പറ്റിയുള്ള അലിഗേഷൻസ് ഒന്നും ഞാൻ ഈ ചർച്ചയ്ക്ക് വിവാദം ഉണ്ടാക്കുന്നില്ല. ഒരു കാര്യം പറയാം, അദ്ദേഹത്തിന്റെ നമ്പർ 2 മന്ത്രിസഭയിലെ ഹിരൺ പാണ്ഡ്യ ആഭ്യന്തരമന്ത്രിയെ രാഷ്ട്രീയ തർക്കം കാരണം കൊലപ്പെടുത്തിയെന്ന ആരോപണം ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മളാരും മറക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീ ഹിരൺ പാണ്ഡ്യയുടെ ഭാര്യ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദിക്കെതിരെ നിൽക്കുകയും എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ ഇദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അങ്ങനെ ഏത് കാര്യവും തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുള്ള ആരോപണം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ആസൂത്രിതമായി ചെയ്യുന്ന ആളാണ്. അഭിപ്രായം ഉണ്ടെങ്കിൽ ഇടയിൽ പറയാനാണ് കേട്ടോ മിസ്റ്റർ നികേഷ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ തന്നെ ജയിലിൽ കിടക്കുന്ന
ജയിലിൽ കിടക്കുന്ന പോലീസ് ഓഫീസർമാർ പറഞ്ഞതും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പോലീസ് ഓഫീസർമാർ പറഞ്ഞത് എന്താ? കറുത്ത താടിയും വെളുത്ത താടിയും ഒക്കെ ചിട്ട് തന്നുകൊണ്ടാണ് പ്രാണേഷ് കുമാറിനെയും ഇത്തരം സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നല്ല. UPA ഇപ്പൊ CBI പല കാര്യങ്ങളും വന്നു. പല CBI എന്തിനാ ഗോപാൽ സുബ്രഹ്മണ്യത്തിനെ സുപ്രീം കോടതി ജഡ്ജിയാക്കാതിരിക്കാനുള്ള കാര്യം എന്തുകൊണ്ടാണ്? ഗോപാൽ സുബ്രഹ്മണ്യമായിരുന്നു അമിത്ഷായ്ക്കെതിരെയുള്ള കേസിനകത്ത്, അവിടുത്തെ കേസിനകത്തുള്ള നിന്നുകൊണ്ടല്ലേ അവിടെ ഗോപാൽ സുബ്രഹ്മണ്യത്തിനെ സുപ്രീം കോടതി ജഡ്ജിയാക്കാനായി തീരുമാനിക്കാനുള്ള ഒരു പ്രപ്പോസൽ സുപ്രീം കോടതി കൊളീജിയത്തിന് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1.5 കൊല്ലം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, 18 മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സംഘപരിവാർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് രാജ്യം മുന്നോട്ട് നീങ്ങുക. അതല്ലാതെ അമിത്ഷാ അണിയറയിൽ നിന്നും പ്രകടമായി നരേന്ദ്രമോദിയുമാണ് രാജ്യം ഭരിക്കുന്നത് എന്നൊക്കെയാണ് തെറ്റിദ്ധരിക്കുന്നത് എങ്കിൽ, അതല്ല RSS തന്നെയാണ് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും കോൺഗ്രസ് നിലപാട്? അല്ലെങ്കിൽ കോൺഗ്രസ് അതിനെ എങ്ങനെ നോക്കിക്കാണും? നികേഷ്, ഈ നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെ രണ്ടായിട്ട് കാണണ്ട. നരേന്ദ്രമോദി തന്നെയാണ് സംഘപരിവാർ, നരേന്ദ്രമോദി തന്നെയാണ് RSS. ഈ രാജ്യത്ത് നടക്കുന്ന ഒരു ചെറിയ കാര്യം പോലും അദ്ദേഹം അറിയാതെ അദ്ദേഹം വെറുതെ വിടത്തില്ല. ഓരോരുത്തർ പറയുന്നതും അദ്ദേഹത്തിനറിയാം. ഈ പറയുന്ന ചില സ്ഥിരം കഥാപാത്രങ്ങളുണ്ടല്ലോ, എന്ത് പ്രശ്നം വന്നാലും ഉടനെ ചാടി പ്രതികരിച്ച് വർഗീയ വികാരം കത്തിക്കുന്നവര്, അവരെ ഒരു നിമിഷ നേരം ഒന്ന് വിളിച്ചു വരുത്തി ഇത് സാധ്യമല്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കത്തില്ലേ? പക്ഷെ അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് മുഴുവൻ പറയിപ്പിക്കുക, അവസാനം വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയുക. അദ്ദേഹമാണ് ഇതിൻ്റെ മുഴുവൻ പ്ലാനിങ് ബുദ്ധി കേന്ദ്രം ശ്രീ നരേന്ദ്രമോദി. ഏറ്റവും ഒടുവിലത്തെ ഒരു വിഷയമെടുക്കാം, ദാദ്രി സംഭവം. അതിനാധാരമായി എന്ന് സംഘപരിവാർ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പശുവിനെ കൊന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ദിഗ്വിജയ് സിംഗ് ഒരുപക്ഷെ കോൺഗ്രസിലെ ഏറ്റവും ന്യൂനപക്ഷങ്ങളോട് അനുഭാവം പുലർത്തുന്ന മുഖമാണത്. ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് രാജ്യമാകമാനം ഗോവധ നിരോധനം വേണം. 29 സംസ്ഥാനങ്ങളിൽ 24 സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനമുണ്ട്. അത് BJP ചെയ്തതല്ല, കോൺഗ്രസ് ചെയ്തതാണ്. ആ വികാരം മാനിക്കണമെന്നാണ്. ശരിയാണ്, സംഘപരിവാർ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് നിങ്ങൾ ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു. നികേഷേ, ഇതിൻ്റെ അകത്ത് ഗോവധ നിരോധനം എന്ന് പറയുന്ന ആ നിലപാട് അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനമുണ്ട്. കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഗോവധ നിരോധനമില്ലാത്തത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ? എ സീരീസ് ഓഫ് ഇഷ്യൂസ്, എ സീരീസ് ഓഫ് ഇൻസിഡൻസ്, എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ ഓരോ വിധത്തിലും അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ച് മഹാരാഷ്ട്രയിൽ തുടങ്ങി ഹരിയാനയിലേക്ക് വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇതൊരു അജണ്ടയുടെ ഭാഗമായി, അല്ലാതെ ഇത് നടത്തിയാൽ ഗോവധ നിരോധനം നടപ്പിലാക്കുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും സംഘപരിവാറിന്റെയും RSSന്റെയും ആശയമായിരുന്നു. ആ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിരിക്കാം ഒരുപക്ഷെ അവർ വ്യത്യസ്ത മേഖലകളിൽ സംഘർഷം ഏർപ്പാടാക്കുന്നത്. അങ്ങനെ സംഘർഷം ഏർപ്പാടാക്കുമ്പോൾ AICC ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ് അത് വേണം, പണ്ട് ഇന്ദിരാഗാന്ധി സർക്കുലർ അയച്ചതാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന്. അപ്പോൾ ശരിയാണ്, സംഘപരിവാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് RSSും നരേന്ദ്രമോദിയും ഒരേ നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. കോൺഗ്രസിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ് പണ്ട് തൊട്ടേ. നികേഷ്, ഇത് രണ്ടും രണ്ടാണ്. ഞങ്ങളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ അകത്ത് യാതൊരു വർഗീയ അജണ്ടയുമില്ല. വർഗീയ അജണ്ടയോടുകൂടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വർഗീയ അജണ്ടയോടുകൂടി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി വരികയും അല്ലാതെ മതപരമായ ഒരു ആവശ്യമെന്ന് കരുതി നിയമം കൊണ്ടുവരുന്നതും തമ്മിൽ രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എത്ര കാലം ഒരു രാജ്യത്തെ ഇങ്ങനെ ഭയപ്പെടുത്തിയും ആശങ്കയിൽ ആഴ്ത്തിയും
അന്യ മതക്കാരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാകും എന്ന് വെച്ച് രാജ്യത്തിൻ്റെ നേരത്തെ രാഷ്ട്രപതി പറഞ്ഞല്ലോ, നാനാത്വം അതുപോലെ സഹിഷ്ണുത, ഇതാണ് നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പല സംസ്കാരങ്ങളും പല ഘട്ടങ്ങളിലും വീണിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ സിവിലൈസേഷൻ മുന്നോട്ട് പോയത് അഗ്രഷൻ ആഫ്റ്റർ അഗ്രഷൻ, അത് തുടർന്നത് നമ്മുടെ സംസ്കാരത്തിൽ തുടർന്നുകൊണ്ടാണ്. വിദേശാധിപത്യം നൂറ്റാണ്ടുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സംസ്കാരം നിന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? സഹിഷ്ണുത. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നാനാത്വം. അത് ഇല്ല എന്നാണ് ഈ സർക്കാരിനെ നോക്കി നമ്മുടെ രാഷ്ട്രപതി പോലും പറയുന്നത്. മിസ്റ്റർ നികേഷ്, വാക്ക് പാലിക്കണം. എനിക്ക് മിസ്റ്റർ ഷാനവാസ് പറഞ്ഞതിനോട് ഒരു മറുപടി പറയണം. പറഞ്ഞില്ലേ ഇടയിൽ കയറി അഭിപ്രായം പറയണം എന്ന് പറഞ്ഞല്ലോ, സമയം തരണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തി ശാസിക്കണമെന്നാണ് മിസ്റ്റർ ഷാനവാസ് പറഞ്ഞതെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MP ആണ് മിസ്റ്റർ ഷാനവാസ്. ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയില്ല. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വനിതാ നേതാവായിട്ടുള്ള, ഒരു സ്ത്രീ നേതാവായിട്ടുള്ള എന്നെ കൂടുതൽ തെറി പറയട്ടെ എന്ന് കരുതിയിട്ട് ജനസംഖ്യാ നിയന്ത്രണത്തെ കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായം പോലും വ്യക്തമാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് ശാസിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി വേണ്ടേ? അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം. മറ്റൊന്ന്, ഈ ഭാരതത്തിന്റെ സിവിലൈസേഷൻ RSSനെയും BJPയെയും ആരും പഠിപ്പിക്കേണ്ട. ദ വേ ഓഫ് ലൈഫ് അത് തന്നെയാണ് ഹിന്ദു മതം. അതല്ലാതെ ഈ രാഷ്ട്രത്തിൽ ഹിന്ദു മതം എന്നുള്ള ഒരു സബ്ജക്റ്റേ ഇല്ല. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ്. ഈ ഉൾക്കൊള്ളലാണ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയെ രണ്ടായി വിഭജിച്ചിട്ടുള്ള മുസ്ലിം ലീഗിനെ ഉൾപ്പെടെയുള്ള ഈ സംഭവത്തെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളെ പോലും ഉൾക്കൊള്ളാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയി. ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് ഇത് പറയാനുള്ളത്? ഇവിടെ മനുഷ്യന്റെ ജാതി നോക്കിയിട്ടല്ല രാഷ്ട്രീയം പറയേണ്ടത്. ഞങ്ങൾ എവിടെയും അത് പറയുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, മനുഷ്യന്റെ വിശപ്പന മാനദണ്ഡമാക്കുന്നുണ്ടോ? ആക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വർഗീയത്തെ കൂട്ട്. പിന്നെ ബാലേട്ടനാണെങ്കിലും ഷാനവാസിക്ക് ആണെങ്കിലും രണ്ടാളും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് ഇന്ന് മിസ്റ്റർ ഗുലാം നബി ആസാദ് വ്യക്തമാക്കിയിട്ടുണ്ട്. LDFും UDFും തമ്മിലുള്ള എല്ലാ തരത്തിലുമുള്ള വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒന്നാകണം, അല്ലെങ്കിൽ അപകടമാണ് കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് കേരളം ചർച്ച ചെയ്യും, ഭാരതം ചർച്ച ചെയ്യും. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, എൻ്റെ ഗ്രന്ഥം ഇന്ത്യൻ ഭരണഘടനയാണ്, അതനുസൃതമായിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് കണ്ട് വിരളി പിടിച്ചുകൊണ്ട് ആകെ 44 ആളാണുള്ളത് പാർലമെന്റിനകത്ത്, ഷാനവാസ് ചേട്ടൻ്റെ പാർട്ടി. ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ 404 പേര് ഇരുന്നതാണ്. ഓർക്കണം, സ്വയം കൃതാനർത്ഥം കൊണ്ടാണ് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം. അതിന്റെ റിസൾട്ടാണ് മോഡിയെ കണ്ട് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക. ശോഭാ സുരേന്ദ്രൻ, 10% BJPക്ക് കൂടുതലുമാണ്. 44 പേരെ 44 പേരെ പറയുകയാണെങ്കിൽ കേരളത്തിലെ 5% വോട്ടുള്ള മുസ്ലിം ലീഗിന് 21 MLA ഉണ്ട്. 14% വോട്ടുള്ള ഞങ്ങൾക്ക് ഒരു MLA ഇല്ല. ശതമാനമല്ല പ്രശ്നം, ആര് ജയിക്കുന്നു ആരകത്ത് പോകുന്നു, അതാണ് ഇവിടുത്തെ ചർച്ച. ഒഴിവാക്കാൻ കഴിയുന്നില്ല ഒരു ചർച്ചയിൽ പോലും വർഗീയ പരാമർശങ്ങൾ. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇവിടെയും ഏൽക്കും എന്ന് അറിയുന്ന അമിത് ഷാ ഇവിടെ BJPയെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം അവർ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊരു എഫക്റ്റ് ഇല്ല. പകരം വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കാം എന്നാണല്ലോ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എത്ര കണ്ടത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ റോളിൽ നിന്നുകൊണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഈ ഒരു ധ്രുവീകരണ നീക്കം ഫലം കാണും? കേരളത്തിലെ കാര്യമാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ നാരായണ ഗുരുവിനെയും ശ്രീനാരായണ ധർമ്മത്തെയും മുൻനിർത്തി വർഗീയവൽക്കരിക്കാനും ഹിന്ദുത്വത്തിൻ്റെ ഒരു അടിസ്ഥാനമാക്കി അതിനെ മാറ്റാനുമുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ശ്രമങ്ങളെ ചെറുക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം നാരായണ ഗുരുവിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള സമൂഹമാണ് കേരളം. ഗുരു എന്താണ് മതമായി പറഞ്ഞത്? ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് പറയാം. ഗുരുവിനെ ഹിന്ദുമത സന്യാസി എന്ന് വൻതോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 916 ഗുരു പറഞ്ഞ ഒരു കാര്യം നാം ഒരു മതത്തിൽ ഉൾപ്പെടുന്നില്ല എന്നാണ്. അതൊരു നൂറ്റാണ്ടായി.
നാം ഒരു മതത്തിലോ ജാതിയിലോ ഉൾപ്പെടുന്നില്ല. എന്നിട്ടും ചില വർഗക്കാർ നമ്മെ അവരുടെ ജാതിയിലും മതത്തിലും പെട്ടവരായി അവതരിപ്പിക്കുന്നു. അത് തെറ്റിദ്ധാരണ ഉളവാക്കുന്നു. ഗുരു അടിസ്ഥാനപരമായി ഉയർത്താൻ ശ്രമിച്ചത് എല്ലാ മതങ്ങളുടെയും സാരത്തെ സ്വാംശീകരിച്ചുകൊണ്ടുള്ള നിലനിൽക്കുന്ന എല്ലാ മതങ്ങളെയും അതിവർത്തിക്കുന്ന ഒരേക മതം എന്ന ദർശനാണ്. അദ്ദേഹം താൻ ഹിന്ദു മതത്തിൽ ഉൾപ്പെടുന്ന ഒരാളല്ല എന്ന് നേരിട്ട് പറഞ്ഞാലും അദ്ദേഹത്തെ വർഗീയവാദത്തിൻ്റെ വിപുല ശ്രേണിയിൽപ്പെട്ട ഒരു സന്യാസിയാക്കി മാറ്റിക്കൊണ്ട് ഹിന്ദു നവീകരണത്തിന്റെ എന്നാണ് താങ്കളുടെ നിരീക്ഷണം. വളരെ നന്ദി. ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ശോഭാ സുരേന്ദ്രൻ, MI ഷാനവാസ്, KN ബാലഗോപാൽ MP, വളരെ നന്ദി. എഡിറ്റേഴ്സ് അവറിൽ ഇടപെട്ടതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന്.